നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് റിപ്പോർട്ട്. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതാദ്യമായാണ് ദുബായ് വിമാനത്താവളം പഴയ ശേഷിയിലേക്ക് മടങ്ങിയെത്തുന്നത്. UAE സ്വീകരിച്ച ഫലപ്രദമായ കോവിഡ് പ്രതിരോധ നടപടികൾ കാരണം ഇപ്പോൾ പ്രതിദിന രോഗബാധ 100-ൽ താഴെയാണ്. നവംബർ 14-ന് ആരംഭിക്കാനിരിക്കുന്ന ദുബായ് എയർ ഷോയ്ക്ക് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ദുബായ് എയർപോർട്ട്സ് ചെയർമാനും എമിറേറ്റ് ഗ്രൂപ്പ് സിഇഒയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സൗദ് അൽ മക്തൂം ഇക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ ആദ്യം എക്സ്പോ 2020 ആരംഭിച്ചതോടെ ദുബായിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. നവംബറോടെ രാജ്യത്ത് വിനോദസഞ്ചാര സീസൺ കൂടി ആരംഭിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് കൂടി നീക്കിയ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ വലിയ സന്ദർശക പ്രവാഹം തന്നെ ദുബായ് അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. UAE-ൽ 5 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഫൈസർ ബയോ എൻടെക് കോവിഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി. UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയമാണ് കുട്ടികളുടെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത്. ഇതുവരെ നടത്തിയ ക്ലിനിക്കൽ പഠനങ്ങളുടെ ഫലങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയുടെ അനുമതിയും പ്രാദേശിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധനയുടെയും ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ ഉപയോഗത്തിന് അടിയന്തര അനുമതി നൽകുന്നതെന്ന് UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്ത്രീ സുരക്ഷയിൽ ആഗോളതലത്തിൽ UAE-ക്ക് 1-ാം സ്ഥാനം. UAE-യിലെ സ്ത്രീകൾക്ക് മറ്റേതൊരു രാജ്യത്തെക്കാളും സുരക്ഷിതത്വമുണ്ടെന്ന് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു. സ്ത്രീകൾ, സമാധാനം, സുരക്ഷിതത്വം എന്ന പ്രമേയത്തിലായിരുന്നു സർവേ. രാത്രികാലങ്ങളിൽ UAE-യിൽ തനിച്ച് യാത്ര ചെയ്യുന്നതിൽ സുരക്ഷിതത്വം അനുഭവിച്ചതായി സർവേയിൽ പങ്കെടുത്ത 98.5% വനിതകളും അഭിപ്രായപ്പെട്ടു. സിംഗപ്പൂർ ആണ് വനിതാ സുരക്ഷയിൽ 2-ാം സ്ഥാനത്തുള്ളത്. GCC രാജ്യങ്ങളിൽ ഖത്തർ 5-ാം സ്ഥാനത്തുണ്ട്. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിന് അംഗീകാരം നൽകി ഓസ്ട്രേലിയ. ഇനി മുതൽ ഈ വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് പ്രവേശനം അനുവദിക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ അംഗീകൃത മരുന്നുകളുടെ ഔദ്യോഗിക പട്ടികയിൽ കോവാക്സിനും ഉൾപ്പെടുത്തി. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മറ്റു പ്രധാന വാക്സിനായ കോവിഷീൽഡിന് ഓസ്ട്രേലിയ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. സൗദിയിലെ സീപോർട്ടുകളിലേക്ക് പ്രവേശിക്കാൻ ട്രക്കുകൾക്ക് ഓൺലൈൻ പെർമിറ്റ് നിർബന്ധമാക്കുന്നു. നവംബർ 1 മുതൽ ജിദ്ദ പോർട്ടിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത്. പോർട്ട് അതോറിറ്റിയുടെ ഫസ്ഖ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പെർമിറ്റ് എടുക്കുന്ന ട്രക്കുകൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി. ജിദ്ദ ഇസ്ലാമിക് പോർട്ടിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ട്രക്കുകൾക്കും നവംബർ 1 മുതൽ ഫസ്ഖ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതാണ്. ജനറൽ പോർട്ട്സ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗോൾഡൻ വിസയിൽ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കമ്പനി വഹിക്കണമെന്ന് അബുദാബി ആരോഗ്യ വിഭാഗം അറിയിച്ചു. സ്വന്തം സ്പോൺസർഷിപ്പിലാണ് 10 വർഷ കാലാവധിയുള്ള ഗോൾഡൻ വിസ നൽകുന്നത്. ഇങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്ന കമ്പനിയുമായി പ്രത്യേക തൊഴിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കണമെന്നും വ്യക്തമാക്കി. ഇത്തരക്കാരുടെ ഇൻഷുറൻസ് തുക കമ്പനിയാണ് വഹിക്കേണ്ടത്. അതേസമയം ജോലിക്കാരല്ലാത്ത ഗോൾഡൻ വിസക്കാർ ഇൻഷുറൻസ് ചെലവ് സ്വയം വഹിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ നിയമലംഘകർക്കായുള്ള പരിശോധന ശക്തമാക്കുന്നു. ഒരാഴ്ചക്കിടെ 15,806 പേരാണ് പിടിയിലായത്. ഫീൽഡ് പരിശോധനയിലാണ് അനധികൃത താമസക്കാരെയും ഇഖാമയിൽ രേഖപ്പെടുത്തിയ തൊഴിലല്ലാതെ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരെയും പിടികൂടിയത്. അറസ്റ്റിലായവരിൽ 7,606 പേർ താമസ നിയമലംഘകരും 6,525 പേർ അതിർത്തി നിയമലംഘകരും 1,672-ലധികം പേർ തൊഴിൽ നിയമലംഘകരുമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.